ദൈവനാമത്തിന് ബോധം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ വാർത്തയിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്ത കാണുവാനായിട്ട് ഇടയായി. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ലൈവിൽ വരാം എന്ന് ദൈവസ്വം ആഗ്രഹിക്കുകയാണ് ചെയ്തത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമാകുന്ന ചർച്ചിന്റെ ഏറ്റവും ഉയർന്ന തസ്തിക കൈകാര്യം ചെയ്യുന്ന ബിഷപ്പിനെ കാൻഡർബറി ആർച്ച് ബിഷപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. മാരാമൻ കൺവെൻഷൻ പോലെയുള്ള പ്രസിദ്ധമായ കൺവെൻഷൻ വേദികളിൽ ചിലവേള കാൻഡർബറി ആർച്ച് ബിഷപ്പിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ഉന്നതനായ ആത്മീക നേതാവാണ് കാൻഡർബറി ആർച്ച് ബിഷപ്പ്. 16-ാം നൂറ്റാണ്ടിൽ ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്ത ചർച്ചാണല്ലോ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത്. ലോകത്തിൽ ഏതാണ്ട് 165 രാജ്യങ്ങളിലായി 85 ദശലക്ഷത്തിൽ അധികം വിശ്വാസികൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ചർച്ച് ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ദ ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി, ആത്മാക്കളെ ദൈവരാജ്യത്തിനു വേണ്ടി ആദായപ്പെടുത്തുവാൻ അത്യുത്സാഹത്തോടെ രംഗത്ത് വരികയും യൂറോപ്പിൽ അതിശക്തമാകുന്ന ഉണർവിന്റെ കാറ്റ് അടിക്കുവാൻ കാരണമായി തീരുകയും ചെയ്ത ഒരു സഭയാണ്. വാസ്തവത്തിൽ ഈ സഭ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ തന്നെ അല്ല, യൂറോപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന ആത്മീക മുന്നേറ്റത്തിന് വഴി വെച്ചിട്ടുള്ള ഒരു സഭയാണ്. ഈ സഭയുടെ ചരിത്രത്തിലെ പ്രശസ്തന്മാരായ ശുശ്രൂഷകന്മാരായിരുന്നു റിച്ചാർഡ് ഹക്കർ, ജോൺ വെസ്ലി, തോമസ് ക്രാമർ മുതലായ പ്രസിദ്ധരാകുന്ന ആളുകൾ. അതിലെ ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി ഇവർ സഹോദരന്മാരായിരുന്നു. ജോൺ വെസ്ലി പ്രശസ്തനായ പ്രസംഗിയും ചാൾസ് വെസ്ലി അവരുടെ ക്രൂസൈഡുകളിലെ അതിപ്രശസ്തനായ പാട്ടുകാരനും ആയിരുന്നു. ഇംഗ്ലണ്ടിൽ കൊടുങ്കാറ്റ് പോലെ രംഗപ്രവേശം ചെയ്ത് വളരെ സ്തുത്യർഹമായ നിലയിൽ സഭകൾ സ്ഥാപിതമായി ഇംഗ്ലണ്ടിലെ അതിശക്തമാകുന്ന ഉണർവിന് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ ആളുകൾ ശുശ്രൂഷ ചെയ്ത സഭയാണ് ആംഗ്ലിക്കൻ ചർച്ച്. അതിന്റെ പരമോന്നത ആത്മീക നേതാവാണ് കാൻഡർബറി ആർച്ച് ബിഷപ്പ്. എന്നാൽ ഇന്ന് കണ്ട ഒരു പത്രവാർത്തയിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്ത കണ്ടത്, സാറ മൊള്ളാലി എന്ന പേരുള്ള 63 വയസ്സുള്ള ഒരു നേഴ്സിനെ ഇപ്പോഴത്തെ കാൻഡർബറി ആർച്ച് ബിഷപ്പായി സ്ഥിതി ചെയ്യുന്ന ജസ്റ്റിൻ വെൽബിയുടെ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തതായി ഒരു വാർത്ത കേട്ടു. വെള്ളിയാഴ്ചയാണ് അവരെ ഈ കാൻഡർബറി ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടുള്ളത്. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ റോമൻ കത്തോലിക്ക സഭ പോലും, വാസ്തവത്തിലെ ലോകത്തിലുള്ള എല്ലാ സഭകളിലും ക്രൈസ്തവ സഭ എന്ന് അവകാശപ്പെടുന്നെങ്കിലും ക്രൈസ്തവം എന്ന് പൊതുവെ നാം വേദപുസ്തകം പഠിച്ചിട്ടുള്ള ആളുകൾ അംഗീകരിക്കാത്ത ഒരു സഭാ വിഭാഗമാണല്ലോ, ആഗോള സഭാ വിഭാഗമാണല്ലോ റോമൻ കാത്തോലിസിസം. അതേക്കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക സർവവിജ്ഞാന കോശത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: റോമൻ കാത്തോലിസിസം ഈസ് എ ലാർജ് ബോഡി ഓഫ് പീപ്പിൾ എക്കിൻ ടു ക്രിസ്ത്യാനിറ്റി എന്നാണ്. ക്രൈസ്തവം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്രൈസ്തവികതയോട് ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വലിയൊരു ജനതയാണ് റോമൻ കാത്തോലിസിസം എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക കത്തോലിക്ക സഭയെ നിർവചിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ വീക്ഷണത്തിൽ റോമൻ കത്തോലിക്ക സഭയെ ഒരു ക്രൈസ്തവ സഭയായി അംഗീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ക്രൈസ്തവം എന്ന് തോന്നുന്ന ഒരു ലാർജ് ബോഡി ഓഫ് പീപ്പിളാണ് അത്. ആ റോമൻ കത്തോലിക്ക സഭയ്ക്ക് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരുപാട് ടീച്ചിങ്ങുകളുണ്ട്. സഭ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് അവർ പറയുന്നത്
ബൈബിളല്ല, സഭയാണ് ആദ്യം ഉണ്ടായത്. ബൈബിൾ സഭയ്ക്ക് വേണ്ടി ഉണ്ടായതാണ്. ഈ അടുത്ത കാലത്ത് കാലം ചെയ്ത പോപ്പ് ഈ ബൈബിൾ തിരുത്തി കാലത്തിനനുസരണമായി എഴുതണമെന്ന് പോലും ഒരു പ്രസ്താവന, ഒരു ചാക്രിക ലേഖനം ഒരിക്കൽ കൊടുത്തതായിട്ട് വായിച്ച് കേട്ടിട്ടുണ്ട്. ആ കത്തോലിക്ക സഭയുടെ ചരിത്രത്തില് അവരാദ്യത്തെ മാർപ്പാപ്പായി പോപ്പായി കരുതുന്നത് പത്രോസാണ്. പത്രോസിന്റെ സിംഹാസനം. ആ പത്രോസ് തുടങ്ങി ഇങ്ങോട്ട് ഇതുവരെയുള്ള കാലവിളംബത്തിൽ റോമൻ കത്തോലിക്ക സഭയുടെ പരമോന്നത നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പോപ്പിന്റെ സ്ഥാനത്തേക്ക് ആരും ഒരിക്കലും ഒരു സ്ത്രീയെ റെഫർ ചെയ്തിട്ടില്ല. വേദപുസ്തകത്തെ 100% ദൈവനിശ്വസ്ത ഗ്രന്ഥമായി അംഗീകരിക്കുകയോ വേദപുസ്തക ഉപദേശപ്രകാരമുള്ള സഭാസത്യങ്ങൾ ഉപദേശിക്കുകയോ ചെയ്യാത്ത കത്തോലിക്ക സഭ പോലും ഒരു സ്ത്രീയെ അതിന്റെ ആത്മീക നേതൃത്വത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അവരോധിക്കുന്ന കാര്യത്തിൽ ഇന്ന് വരെ ചരിത്രത്തിൽ ഇടപെട്ടിട്ടില്ല. പുരുഷന്മാരാണ് ആ രംഗത്തേക്ക് വരുന്നത്. അവരാണ് മാർപ്പാപ്പമാരായി അവരോധിക്കപ്പെടുന്നത്. പുരുഷന്മാരെയാണ് അവരുടെ പൗരോഹിത്യ വൃന്ദത്തിൽ അവർ സ്വീകരിച്ചിട്ടുള്ളത്. പുരുഷന്മാരാണ് അവരുടെ ബിഷപ്പുമാരും കർദിനാളന്മാരും ആർച്ച് ബിഷപ്പുമാരും പുരോഹിതന്മാരും. അവർക്ക് അവരുടെ വേഷഭൂഷാദികളോടുകൂടിയുള്ള അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സഭയാണ്. യൂറോപ്പിന്റെ മാർഗമധ്യയെ അതിശക്തമായ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് ജനലക്ഷങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്ത വീണ്ടും ജനനത്തിന്റെ സന്ദേശം ലോകത്തോട് അതിശക്തമായി പ്രഖ്യാപിച്ച മനോഹരമായ ചരിത്രത്തിലെ സഭയാണ് 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആവിർഭവിച്ച ഈ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്നു. ലോകത്തിന്റെ അനേക വൻകരകളിലേക്ക് 5 വൻകരകളിലേക്കും അവര് സുവിശേഷ ദൂതമായി കടന്നുപോകുകയും അനേക ആയിരങ്ങൾ 10,000 രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ ഇടയാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ നമ്മൾ വായിക്കുന്നത് സാറ മൊളാലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ 63 വയസ്സ് പ്രായമുള്ള ഒരു നേഴ്സിംഗ് പശ്ചാത്തലമുള്ള ഒരു സ്ത്രീരത്നത്തെ ഇപ്പോഴത്തെ നിലവിലേക്കുന്ന ജസ്റ്റിൻ വെൽബി എന്ന് പറയുന്ന കാന്റർബറി ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തേക്ക് അവരോധിക്കുവാൻ അവര് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധപ്പതനമാണിത്. അതായത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരു പക്ഷെങ്കിൽ സഭ കൈക്കൊണ്ട നിലപാടായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. കാര്യം ഇപ്പം ഫെമിനിസം ഒക്കെ വളരെ ശക്തമായി മുന്നേറുന്ന കാലഘട്ടമാണല്ലോ. വിശുദ്ധ വേദപുസ്തകം എന്താണ് അതേക്കുറിച്ച് പറയുന്നത്? വേദപുസ്തകം പറയുമ്പോൾ വേദപുസ്തകം ഈ കാന്റർബറി ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്ന പരമോന്നത സഭാ നേതാവിനെ കുറിച്ചൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അപ്പോസ്തലന്മാര് 12 പേരായിരുന്നു. ആ 12 പേരെ വാസ്തവത്തിലെ സഭയുടെ പരമോന്നത അധ്യക്ഷന്മാർ എന്നൊന്നും വേദപുസ്തകം എഴുതിയിട്ടില്ല. അതാ വേദപുസ്തകം പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന സഭകളിലെ അതാത് പട്ടണങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ രൂപം കൊണ്ട സഭകളെ സ്വതന്ത്ര സ്വഭാവമുള്ള സഭകളും ആ സഭകളെ പരിപാലനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി മൂപ്പന്മാരെ നിയോഗിച്ചതായും നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളെ പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ എഫേസോസിലെ 3 വർഷക്കാലത്തെ പരസ്യ പ്രവർത്തനങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ ബന്ധിതനായി യെരുശലേമിലേക്ക് പോകുവാൻ യാത്രയാകുന്ന അപ്പോസ്തലനായ പൗലോസ് മിലേത്തോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരെ പ്രബോധിപ്പിക്കുന്ന തന്റെ ഫെയർവെൽ അഡ്രസ് നമ്മൾ വായിക്കുന്നു. ആ ഫെയർവെൽ അഡ്രസ്സിൽ അദ്ദേഹം പറയാണ്, നിങ്ങളെ തന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ദൈവസഭയ്ക്ക്, ഒരു പ്രാദേശിക സഭയ്ക്ക് ഒന്നിലധികം അധ്യക്ഷന്മാർ, അവർക്ക് 3 പേരുകൾ ബൈബിൾ നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഞാനത് ലൈവ് വീഡിയോയിലും എഴുത്തിലും കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ബിഷപ്പ് അതായത് അധ്യക്ഷൻ, പ്രസ്ബ്യൂട്ടറോസ് അതായത് എൽഡർ, പൊയ്മീൻ അഥവാ ഇടയൻ. അപ്പൊ അധ്യക്ഷൻ, ഇടയൻ, മൂപ്പൻ എന്നിങ്ങനെ 3 പേരുകളിൽ ഏതെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്ന സഭയുടെ ഒന്നിലധികം ശുശ്രൂഷകന്മാർ, അവരാണ് പ്രാദേശിക സഭയുടെ ശുശ്രൂഷകന്മാരായി പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവരെ സഭയുടെ അധ്യക്ഷന്മാർ, ബിഷപ്പുമാർ എന്നോ പ്രസ്ബ്യൂട്ടറോസ് അതായത് എൽഡേഴ്സ് എന്നോ പൊയ്മീൻ അല്ലെങ്കിൽ ഇടയനെന്നോ നാമകരണം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. വേർപെട്ട സഭാവിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ബിഷപ്പ് എന്ന് പറയുന്ന പേര് അവരുടെ മൂപ്പന്മാർക്ക് ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എപ്പിസ്കോപ്പൽ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന സഭാവിഭാഗങ്ങൾ അവരുടെ സഭയുടെ മേലധ്യക്ഷന്മാരെ ബിഷോപ്പുമാർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ബിഷോപ്പുമാര്, പുരോഹിതന്മാര്, ലൈറ്റി എന്നിങ്ങനെ 3 ഘടകങ്ങളായി ജനത്തെ വേർതിരിച്ചിട്ട് അവരുടെ മേൽ ആധിപത്യം നടത്തുന്ന നിക്കലോയിറ്റൈസ്, അതായത് നിക്കലോവിയർ എന്ന് പറയുന്ന സംവിധാനമുള്ള സഭകളാണ് ഈ സഭകൾ. അതുകൊണ്ട് അവരുടെ ഉപയോഗിക്കുന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും നമ്മുടെ ഒരു പ്രാദേശിക സഭയിലെ എല്ലറെ ബിഷോപ്പ് എന്ന് സംബോധന ചെയ്താൽ വചനപ്രകാരം അത് തെറ്റല്ല. കാരണം ബിഷോപ്പ് എന്ന വാക്കിന് എപ്പിസ്കോപ്പോസ് എന്നാണ് അതിന്റെ ഗ്രീക്ക് പദം. എപ്പിസ്കോപ്പോസ് എന്ന പദത്തിന് മേൽവിചാരകൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നാണ്. മേൽവിചാരത്വം ചെയ്യുന്ന, ആടുകളുടെ മേൽ വിചാരണ ചെയ്യുന്ന, അല്ലെങ്കിൽ ആധ്യക്ഷം വഹിക്കുന്ന എന്നർത്ഥമേ ഉള്ളൂ. ആ സിംപ്ലിസിറ്റി ഓഫ് മീനിങ്ങിൽ മൂപ്പന്മാരെ അധ്യക്ഷന്മാർ എന്ന് വിളിക്കുന്നു, അവരെ മൂപ്പന്മാർ എന്ന് വിളിക്കുന്നു, ഇടയന്മാർ എന്ന് വിളിക്കുന്നു. ഇതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകത്തിലെ മൂപ്പന്മാരെ സംബന്ധിച്ച് പറയപ്പെട്ടിരിക്കുന്ന ധാരാളം വേദഭാഗങ്ങളുണ്ട്. അതിൽ അതിപ്രധാനമായത് 2 വേദഭാഗങ്ങളാണ്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. 2-ാം ഭാഗമാണ് തീത്തോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഈ 2 വേദഭാഗങ്ങളിലും പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിലും മൂപ്പന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അധ്യക്ഷന്മാരെ സംബന്ധിച്ച്, ഇടയന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ മൂപ്പത്തിമാർ എന്നൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ബിഷോപ്പുമാരെ കുറിച്ച് പറയുമ്പോൾ ബിഷോപ്പത്തികൾ എന്നൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതായത് സ്ത്രീകൾക്ക് ദൈവസഭയിൽ അതിന്റെ ഭരണപരമായ പരിപാലനപരമായ ശുശ്രൂഷയിൽ യാതൊരു വിധമായ പരാമർശങ്ങളും പരിശുദ്ധാത്മാവായ ദൈവം പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ പ്രസ്താവിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പൗരോഹിത്യ വ്യവസ്ഥിതി കൈകാര്യം ചെയ്തിരുന്നത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട അഹരോൻ ഗ്രഹത്തിലെ അഹരോനും അവന്റെ കടിപ്രദേശം ഉത്ഭവിക്കുന്ന പുരുഷ പ്രജകളുമായിരുന്നു. ഇസ്രായേലിന്റെ മഹാപുരോഹിതനായി അഹരോനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. മോശ അവനെയും അവന്റെ പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്ത് വേർതിരിച്ചു. തലമുറയായി അവരുടെ പൗരോഹിത്യ വ്യവസ്ഥതയിൽ ലേവിയ ഗ്രഹത്തിൽപ്പെട്ട അഹരോനും അവനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുരുഷ പ്രജകളും മാത്രമാണ് ഇസ്രായേലിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലുള്ളത്, മഹാപുരോഹിതന്മാരായി തീർന്നിട്ടുള്ളത്. ലേവിയ കുലത്തിൽപ്പെട്ട ഈ അഹരോന്റെ കുടുംബത്തിലെ യാതൊരു സ്ത്രീകളെയും ഒരിക്കൽ പോലും ഇസ്രായേലിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അവരാരും ഇസ്രായേൽ സഭയുടെ ചരിത്രത്തിൽ പുരോഹിതന്മാരായി ശുശ്രൂഷ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചിട്ടും ഇല്ല. ഇനി അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ദൈവിക ആലയത്തിലെ ശുശ്രൂഷകൾ സംബന്ധിച്ച് ആകപ്പാടെ ശുശ്രൂഷകർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിലെ ശുശ്രൂഷയ്ക്കാൻ നിയോഗിച്ചിരുന്ന കുറെ സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീകളുമായിട്ടൊക്കെയാണ് ഈ ഏലിയുടെ പുത്രന്മാർക്ക് അവിഹിത ബന്ധങ്ങളുണ്ടായി പറയപ്പെട്ടിരിക്കുന്നത്. അവരവിടെ പറയുമ്പോൾ അവരെ യാഗപീഠത്തിന്മേൽ യാഗം കഴിക്കുകയോ യാഗമൃഗത്തിന്മേൽ കൈവയ്ക്കുകയോ അതിനെ അറുക്കുകയോ അതിന്റെ രക്തം തളികയിലെടുക്കുകയോ അതിന്റെ മാംസം കണ്ടമായി മുറിക്കുകയോ അതിനെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കുകയോ അതിന്റെ ഭസ്മം വാരി അത് സമാഗമന കൂടാരത്തിന്റെ വടക്കുഭാഗത്ത് നിക്ഷേപിക്കുകയോ അതിന്റെ രക്തവുമായി അന്തർബന്ധത്തിലേക്ക് പോവുകയോ ചെയ്യുന്ന ശുശ്രൂഷയൊന്നും സ്ത്രീകളുടേതായിരുന്നില്ല. പിന്നെന്താണ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്ത സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകാരവും അതിന്റെ പരിസരങ്ങളും വൃത്തിയാക്കുന്ന പ്രാഥമികമായ ശുശ്രൂഷകളിൽ അവർ നിയോഗിതരായി ശുശ്രൂഷ ചെയ്തു മാത്രമേ ഉള്ളൂ. എന്നാൽ പൗരോഹിത്യ സംബന്ധമായി യാതൊരു ശുശ്രൂഷയും അവർ ചെയ്തിട്ടില്ല. അവരെ ദൈവം ഫലമേൽപ്പിച്ചിട്ടില്ല. അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക് അധ്യക്ഷന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ഈ അധ്യക്ഷന്മാരെ നിയോഗിക്കുന്ന കൂട്ടത്തിൽ അധ്യക്ഷന്മാരെ നിയോഗിച്ചിട്ടില്ല. തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുക, 3-ാം അധ്യായം 1 തിമോത്തി 3 വായിക്കുക. അവിടെ അപ്രകാരം ശുശ്രൂഷക്കാരത്തികളും എന്ന് പറയുന്നത് സഭയെ പരിപാലിക്കുന്ന മൂപ്പത്തികളെ കുറിച്ചല്ല, സഭയെ പരിപാലിക്കുന്ന വുമൺ പുരോഹിത വർഗത്തെ കുറിച്ചല്ല. അങ്ങനെ വർഗമില്ല. അത് അവിടെ പറയപ്പെടുന്നത് ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരെ കുറിച്ചാണ്. ശുശ്രൂഷകന്മാരുടെ ഭാര്യമാർ എങ്ങനെയായിരിക്കണം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പുരുഷനോട് ബന്ധത്തിൽ എപ്രകാരമായിരിക്കണം വർദ്ധിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ ടീച്ചിങ് വിശുദ്ധ ബൈബിളിലുണ്ട്. സ്ത്രീകൾ സഭയിൽ എങ്ങനെയായിരിക്കണം പെരുമാറുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ സദൃഢമായ ഉപദേശം വിശുദ്ധ ബൈബിൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ
സഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ പടി എന്ന് മാത്രമേ ഇപ്പോൾ പറയപ്പെടുന്ന സാറ മൊള്ളാലി എന്ന് പറയുന്ന 63 വയസ്സുകാരിയായ ഒരു നേഴ്സിനെ കാന്റർബറി ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വാസ്തവത്തിലെ ചരിത്രത്തിൽ ദൈവത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി പ്രോജ്വലമായി പ്രകാശിച്ച ഒരു സഭ, അതും ഏതാണ്ട് 6.5 നൂറ്റാണ്ടിലധികമായി ലോകത്തിന്റെ മുഖത്ത് വളരെ പ്രസിദ്ധമായ നിലയിൽ നിന്ന, ലോകത്തിലെ 165 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 85 ദശലക്ഷം വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഈ മഹാ സാമ്രാജ്യമായിരിക്കുന്ന ആംഗ്ലിക്കൻ ചർച്ചിന്റെ പരമോന്നത ശുശ്രൂഷാ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ ആനയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് വേദപുസ്തക പ്രകാരം അപലപനീയമാണ്. നമ്മൾ കർത്താവിന്റെ സഭ ഭൂമിയിൽ നിലനിൽക്കുന്ന കാലം അത്രയും ഒരു വുമൺ, ഒരു സഭയുടെ പരിപാലന ശുശ്രൂഷയുടെ ഉയർന്ന തസ്തികയിലേക്ക് വരുവാൻ ദൈവവചനം അനുവദിച്ചിട്ടില്ല. വചനം അനുവദിക്കാത്ത പ്രവൃത്തിയാണ് ഇപ്പോൾ ആംഗ്ലിക്കൻ ചർച്ചിൽ നടക്കാനായിട്ട് പോകുന്നത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കാന്റർബറി ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഒരു പക്ഷെങ്കിൽ ഈ പറയപ്പെട്ട സ്ത്രീരത്നം നാമനിർദ്ദേശം ചെയ്യപ്പെടുക മാത്രമല്ല, അവര് വരും ദിവസങ്ങളിൽ ബിഷപ്പ് സ്ഥാനം, കാന്റർബറി ആർച്ച് ബിഷപ്പായി സ്ഥാനം അലങ്കരിക്കുകയും അവരുടെ ആരാധനാലയങ്ങളിൽ അവരെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്ന് വരാം. അവരത് ചെയ്യുമോ ചെയ്യാതിരിക്കുകയോ എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യപ്പെട്ട കാര്യമാണ്. നമ്മൾ ആംഗ്ലിക്കൻസ് അല്ലല്ലോ, എപ്പിസ്കോപ്പൽ സഭകളല്ലോ. എങ്കിലും ദൈവവചനത്തെ അനുസരിക്കേണ്ട വിശ്വാസികൾ എന്ന നിലയിൽ ഞാൻ ഉറക്കെ പറയട്ടെ, ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കട്ടെ, വുമൺ സ്ത്രീകൾ ദൈവസഭയുടെ പരമോന്നത അധ്യക്ഷ സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന സമ്പ്രദായം ദൈവസഭയുടെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമാണ്. ക്രൈസ്തവ സഭയുടെ സഭാചരിത്രത്തിന്റെ പാരമ്പര്യത്തിന് തികച്ചും വിരുദ്ധമാണ്. അപ്പോസ്തോലിക കാലം മുതൽ ഇന്ന് വരെ റോമൻ കത്തോലിക്ക സഭ പോലും ചെയ്യാൻ മടിച്ച കാര്യമാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഈ ആംഗ്ലിക്കൻ സഭ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ശുഭകരമായ ഒരു ലക്ഷണമല്ല. ആംഗ്ലിക്കൻ സഭ ഇങ്ങനെ സ്ത്രീയെ തൽസ്ഥാനത്തേക്ക് അവരോധിക്കാൻ പോകുന്ന സ്ഥിതിക്ക് വരും നാളുകളിൽ മറ്റുള്ള എപ്പിസ്കോപ്പൽ സഭകളും അതിനുവേണ്ടിയുള്ള വടംവലിയും വാദോന്മുഖങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാവുകയും കാലാന്തരത്തിൽ ഒരു പക്ഷെങ്കിൽ അങ്ങനെ സ്ത്രീകളെ തൽസ്ഥാനത്തേക്ക് അവരോധിക്കുകയും ചെയ്തു എന്ന് വരാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആരെ എവിടെ ഏതെല്ലാം കാര്യങ്ങളുള്ള വചനവിരുദ്ധമായ പ്രവണതകൾ ചെയ്താലും ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ദൈവവചനം ഒരിക്കലും സ്ത്രീകളെ ഈ പറയപ്പെട്ട പദവിയിലേക്ക്, സഭാപരിപാലന ശുശ്രൂഷയിലേക്ക് ആനയിക്കുവാൻ വചനം അനുവാദം നൽകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു. വളരെ വ്യക്തതയോടുകൂടി പറയാം, ഇതെല്ലാം മാനുഷികമായ സമ്പ്രദായങ്ങളാണ്. മാനുഷിക സമ്പ്രദായങ്ങൾ ദൈവികമായ കാര്യപരിപാടിയിലേക്ക് രംഗപ്രവേശനം ചെയ്യപ്പെടുമ്പോൾ ദൈവശക്തി ശോഷിക്കുകയും ദൈവവചനം വഴിവിട്ടുള്ള ജീവിതശൈലിയിലേക്ക് ദൈവസഭ പോവുകയും ആത്മീക അധപ്പതനത്തിലേക്ക് അത് കൂപ്പുകയും ചെയ്യും. യെശയ്യാ പ്രവാചകൻ അദ്ദേഹം പ്രവചനം സൂക്ഷിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു: സ്ത്രീ അധിപതിയായിരിക്കുന്ന ദേശമേ നിനക്ക് അയ്യോ കഷ്ടം. സ്ത്രീ അധിപതിയായിരിക്കുന്ന ദേശമേ നിനക്ക് അയ്യോ കഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവസഭയ്ക്ക് ആ നിലയിൽ ഒരു ക്രമീകരണം ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നിർദ്ദേശിച്ചില്ലായകയാൽ ദൈവവചനത്തിലെ നിർദ്ദേശങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കും വിധേയമായിട്ടായിരിക്കും ആംഗ്ലിക്കൻ സഭ അതിന്റെ പരമോന്നത അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ ആനയിക്കുന്നത് എങ്കിൽ അത് ദൈവവചനത്തോടുള്ള വെല്ലുവിളി എന്ന് മാത്രമേ അതിനെ വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ദൈവജനം ജാഗ്രത കാണിക്കട്ടെ. ബോർബട്ട ദൈവജനത്തിന്റെ നടുവിൽ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ദൈവജനം ഒരിക്കലും ഈ കാര്യം വിസ്മരിക്കരുത്. ദൈവസഭയുടെ പരിപാലനം പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കിയ മൂപ്പന്മാരാൽ മാത്രം ചെയ്യപ്പെടേണ്ട ഒരു ശുശ്രൂഷയാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നിഷ്കർഷിക്കുന്നു. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള വലിയ പ്രചോദനമോ വെല്ലുവിളിയോ നമുക്കുണ്ടായാലും ദൈവവചന ഉപദേശ സത്യങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കേവർക്കും ആവശ്യമായ ദൈവകൃപയും ആവശ്യമായ സന്മനസ്സും തന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.